അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ജമാഅത്ത് ഖത്തീബ് ഹാഫിള് ആരിസ് ഉസ്താദ് അവർകൾ, ഞങ്ങളുടെ പ്രത്യേകം ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മളോട് 1 മണിക്കൂർ ഹുബ്ബുർ റസൂൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുന്ന മജീദ് വാഖഫി ഉസ്താദ് അവർകൾ, വേദിയിലിരിക്കുന്ന ഉലമാക്കളെ, ഉമറാക്കളെ, ഇന്ന് രാവിലെ 10 മണി മുതൽ ഈ നിമിഷം വരെ നിങ്ങളുടെ കുട്ടികളുടെ വൈജ്ഞാനിക കലാമത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയ നല്ലവരായ രക്ഷിതാക്കളെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം പല രക്ഷിതാക്കളും ചോദിച്ചിട്ടുണ്ട്. റമദാനിൽ എന്തുകൊണ്ട് മജീദ് ഉസ്താദിനെ കൊണ്ടുവരാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ റമദാൻ ക്ലാസ്സിൽ ഖുർആൻ ക്ലാസ് ഉണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ ഒത്തുവന്നില്ല. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ ഈ 1 മണിക്കൂർ ഉസ്താദിൻ്റെ പ്രസംഗം കേട്ട് ഉസ്താദിന് മനസ്സിലാവും ഇനി ഇവിടെ വരണോ വരണ്ടേ എന്ന്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഇങ്ങനെയുള്ളൊരു വേദി ഒരുക്കിയത് ഈ ജമാഅത്തിൻ്റെ കുറച്ചു കാര്യങ്ങൾ നമ്മൾക്ക് നേരത്തെ അറിയാവുന്നത് പോലെ തന്നെ ഇവിടെ എത്തിയ നേതാക്കന്മാർക്ക് അത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി വേണം. ബഹുമാനപ്പെട്ട മുനീറാജി വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏതായാലും കുറേ സംസാരിച്ചിട്ട് സമയമൊന്നും കളയുന്നില്ല. ഇന്ന് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഈ വേദിയിൽ നടക്കാൻ പോകുകയാണ്. സംയുക്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി ചെങ്കള റേഞ്ചിൽ നിന്ന് കഴിഞ്ഞ വർഷം പൊതുപരീക്ഷയിൽ ഖുവ്വത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷൻ നേടുകയും ടോപ്പ് പ്ലസ് നേടുകയും ഫസ്റ്റ് ക്ലാസ് നേടുകയും ചെയ്ത ഒരു മദ്രസ. അതുപോലെ തന്നെ മുസാബഖ പരിപാടിയിൽ ഉന്നത വിജയം നേടിയവരുമാണ്. അതിന് പ്രാപ്തരാക്കിയ ഉസ്താദിനുള്ള അനുമോദമാണ് ഈ വേദിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു നിസ്കാര പള്ളിയാണ് ഉണ്ടായിരുന്നത്. ആ പള്ളി പൊളിക്കുകയും സൗകര്യത്തിൻ്റെ കുറവ് കൊണ്ട് പൊളിക്കുകയും അത് ഒരു നല്ലൊരു പള്ളിയാക്കി ഞങ്ങൾക്ക് കൂടെ നിന്ന അഹമ്മദ് ആജി ഇമാം ഷാർജ അവറുകളാണ്. അദ്ദേഹത്തെയും ഇവിടെ ആദരിക്കൽ പരിപാടിയുണ്ട്. എൻ്റെ കർത്തവ്യം എന്ന് വെച്ചാൽ സ്വാഗതം പറയാനാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് ഞങ്ങളുടെ ജമാഅത്ത് പ്രസിഡന്റ് മഹമ്മൂദ് സാഹിബ് അവറുകളെയാണ്. എൻ്റെ പേരിലും കമ്മിറ്റിൻ്റെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഖത്തീബ് ഉസ്താദ് ഹാരിസ് ദാരിമി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് എൻ്റെ പേരിലും കമ്മിറ്റിൻ്റെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. ഇന്നത്തെ ഈ പരിപാടി മുഖ്യപ്രഭാഷണം ചെയ്യുന്നത് മജീദ് ഉസ്താദ്. അദ്ദേഹത്തെയും
ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രത്യേകം ക്ഷണം സ്വീകരിച്ചെത്തിയ അഹമ്മദ് ആജിഖാനെയും എൻ്റെ പേരിലും കമ്മിറ്റിൻ്റെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ മുനീർ ഹാജി, PB അഷ്റഫ്, PB ഹാരിസ്, എൻ്റെ സുഹൃത്ത് സലീം തളങ്കര, നമ്മുടെ ഇവിടെയൊരു മദ്രസ ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതിന് നേതൃത്വം നൽകിയത് അസൈന റാജി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് എൻ്റെ പേരിലും കമ്മിറ്റിൻ്റെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ KH കുഞ്ഞാലി, മുനീറാജി, അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റുമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, വേദിയിലിരിക്കുന്ന എല്ലാവരെയും എൻ്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ഈ പരിപാടി രാവിലെ മുതൽ ഇതുവരെ ഇവിടെ ഇരുന്ന് ഞങ്ങളോട് സഹകരിച്ച നല്ലവരായ നാട്ടുകാർ, രക്ഷിതാക്കൾ, പിഞ്ചുമക്കൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ അലങ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.